അത് ഹാലൂസിനേഷൻ ആയതുകൊണ്ടാണ്, അല്ലാതെ ഈ ദൈവത്തിന്റെ ശക്തി ഇങ്ങോട്ട് കിട്ടി അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നു. കാർത്തിക് സൂര്യയുടെ കാവടി റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രവേഴ്സികളൊക്കെ ഇങ്ങനെ നടന്നിരിക്കണേ. അപ്പൊ കാർത്തിക് സൂര്യ ഈ ഇടയ്ക്കായിട്ട് പുള്ളിക്കാരൻ ഈ കാവടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഇങ്ങനെ ഇട്ടേണ്ടിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ അതിന്റെ കോൺട്രവേഴ്സികളും പുള്ളി ചെയ്യണതൊക്കെ, അതായത് വിശ്വാസം ഇങ്ങനെ കാണിക്കുന്നതൊക്കെ തെറ്റാണെന്നൊരു വിഭാഗം പറയുന്നു. അതേപോലെ അതൊക്കെ അവരുടെ ഒരു വിശ്വാസങ്ങളല്ലേ, അപ്പൊ അതിനകത്ത് കയറി നമ്മൾ ഇടപെടാൻ പാടില്ല എന്നൊരു വിഭാഗം പറയുന്നു. അങ്ങനെ ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ കിടന്ന് കളിച്ചിട്ടിരിക്കണം. അപ്പൊ കഴിഞ്ഞ ദിവസം, അതായത് ഏകദേശം പറഞ്ഞ 2 ദിവസം മുമ്പ് കാർത്തിക് സൂര്യ ഇട്ടൊരു വീഡിയോ ആണ് കാപ്പ് കെട്ടി അനുഗ്രഹം കിട്ടിയപ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. അപ്പൊ എനിക്ക് മനസ്സിലായത് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവടി റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു സംഭവമാണ്. അപ്പൊ അത് ഇങ്ങനെ കെട്ടുന്ന സമയത്ത് പുള്ളിക്കാരൻ ഉണ്ടായ ഒരു എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണത്. അപ്പൊ ആ ഒരു വീഡിയോനകത്ത് ആ ഒരു വീഡിയോ ഇത്രയും കൂടെ ഒരു കോൺട്രവേഴ്സികൾ കൂട്ടുന്ന ഒരു തരത്തിലുള്ള വീഡിയോ ആണ്. കാര്യം ആ വീഡിയോനകത്ത് കാർത്തിക് സൂര്യ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു സ്റ്റേജിനകത്തേക്കൊക്കെ പോകുന്നുണ്ട്, ഇതിരി അനുഗ്രഹം കിട്ടി എന്നൊക്കെ ഉള്ള ഒരു സ്റ്റേജിനകത്തേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ആ ഒരു സംഭവം അതിനകത്ത് കാണിക്കുന്നതുകൊണ്ട് തന്നെ ആൾക്കാർ പല രീതിക്കും പറയുന്നുണ്ട്. അതായത് പുള്ളിയാ കാണിക്കുന്നതൊക്കെ അഭിനയമാണ്, അതേപോലെ കാന്താരയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പല രീതിക്ക് ആ ഒരു വീഡിയോനകത്ത് കാർത്തിക് സൂര്യക്ക് വിമർശനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ വീഡിയോന്റെ കുറച്ച് പോർഷൻസ് ഒന്ന് കണ്ടു. മതി മതി മതി, ഞാൻ വരും. ഓ പഠിച്ചോ. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവം ആദ്യം കണ്ടപ്പോഴത്തേക്കും ഞാൻ ആദ്യം തന്നെ പറയാം, എനിക്ക് അങ്ങനെ ഒരു മതത്തിലും വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. മതത്തിലും അതേപോലെ ദൈവത്തിലും അതിനകത്തൊന്നും അങ്ങനെ വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ ഈ ഒരു സംഭവം ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ ഒന്ന് നോക്കി അതിങ്ങനെയൊക്കെ വരുമോ, അതായത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ, അതായത് ഇപ്പൊ ദൈവത്തിന്റെ ഒരു സംഭവമൊക്കെ കിട്ടി എന്നൊക്കെ ഉള്ള രീതിനകത്ത് നമ്മളിപ്പോ ഈ കാന്താര എന്നൊക്കെ പറഞ്ഞ് കളിയാക്കണതിനോടൊന്നും ഞാൻ യോജിക്കുകയല്ല. പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ ഇത്രയും ഒരു സംഭവമൊക്കെ വരുമോ എന്നൊരു തോട്ട് എന്റെ മനസ്സിനകത്ത് ആദ്യം വന്ന്. കാര്യം എനിക്ക് ഇതിനകത്തൊന്നും അതിന് വലിയ വിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോട്ടും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പൊ ആ ഒരു അതാണ് ആദ്യം എന്റെ മനസ്സിനകത്ത് വന്നത്. ഇനി കാർത്തിക് സൂര്യ എന്താണ് ഈ ഒരു വീഡിയോനകത്ത് തന്നെ എന്താണ് പുള്ളിക്ക് ആ സമയത്ത് എക്സ്പീരിയൻസ് ചെയ്തതെന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ഉള്ളിലുണ്ടായിരുന്നൊരു ഫീല് ഞാൻ പറഞ്ഞുതരാം. അവിടെ ചെന്ന് അമ്പലത്തിനകത്ത് കയറി ദീപാരാധന കണ്ട് തൊഴുതുകൊണ്ട് നിൽക്കുന്ന സമയം മുതൽ ശരീരത്തിന് ഭയങ്കര ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയി. എന്റെ ഹാർട്ട് ബീറ്റ് വല്ലാണ്ട് കൂടി തുടങ്ങി. ഇങ്ങനെ ബോഡിക്ക് ഒരു മൊമെന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ കണ്ണടച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അത് ഇൻവോളണ്ടറി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. എന്നിട്ട് അവിടെ കാപ്പ് കെട്ടാൻ സമയമായപ്പോ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫീൽ ആവുന്നുണ്ട്, എന്റെ ബോഡി മൂവ് ആവുന്നത്, സൗണ്ട് കേൾക്കുന്നത്. എന്റെ കണ്ണടഞ്ഞാണ് ഇടുന്നത് ആ സമയം മൊത്തം. ആൾക്കാർ സംസാരിക്കുന്നത് എനിക്ക് ചുറ്റും, ഇതൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിലൊന്നും ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബോഡി കംപ്ലീറ്റ്ലി ഒരു ഇൻവോളണ്ടറി സ്റ്റേറ്റിലായിരുന്നു അന്നേരം. ഇപ്പൊ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് എന്താണ് അവിടെ ക്ലിയർ ആയിട്ട് നടന്നത് എന്ന് എനിക്ക് മനസ്സിലായത്. ഇതേ ഒരു സ്റ്റേറ്റിലായിരിക്കും നമ്മള് വേല് കുത്താൻ നേരത്തും എനിക്ക് ഒന്നും ഫീൽ ആവില്ല അന്നേരം. ഓക്കെ, അപ്പൊ പുള്ളി ഇവിടെ പറയുന്നത് പുള്ളി ഒരു ഇൻവോളണ്ടറി സ്റ്റേജിനകത്ത് അങ്ങനത്തെ ഒരു ആക്ഷനാണ് അവിടെ നടന്നത്. അതല്ലാണ്ട് പുള്ളി തന്നെ അറിഞ്ഞിട്ട് അഭിനയിച്ച് അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും അല്ല എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. വിശ്വാസമുള്ളവർക്ക് ചിലപ്പോൾ അവർക്കൊരു ദൈവിക ശക്തി ആ ഒരു സമയത്ത് കിട്ടി എന്നൊക്കെ ഉള്ള രീതിക്ക് ചിലപ്പോൾ അവർക്ക് അങ്ങനെ ആ സമയത്ത് തോന്നിയിട്ടുണ്ടാവാം എന്ന് ഞാൻ വിചാരിച്ച്. പിന്നെ ഞാൻ ഇപ്പൊ പലരും പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു ഇതേപോലുള്ള ഇപ്പൊ ദൈവത്തിന്റെ റിലേറ്റഡ് അല്ലെങ്കിൽ റിലീജിയൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയനകത്ത് ഇടരുത് എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല കേട്ടോ. കാര്യം അവരവരുടെ ഇഷ്ടമാണ്, അവരവരെ ഏത് റിലീജിയനകത്ത് വിശ്വസിക്കണം, അതേപോലെ എന്തവര് സോഷ്യൽ മീഡിയനകത്ത് പോസ്റ്റ് ചെയ്യണമെന്ന്. ഇപ്പൊ പുള്ളിക്ക് പുള്ളിയുടെ റിലീജിയനും പുള്ളിയുടെ അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്ക് സോഷ്യൽ മീഡിയനകത്ത് ഇടാൻ തോന്നിയോണ്ട് പുള്ളിക്കാരൻ ഇട്ടു. അതിനകത്തൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ആ ഒരു വാദത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. അതേപോലെ തന്നെ ഇപ്പൊ പിന്നെ നമ്മൾ അതിനകത്തൊന്നും വലുതായിട്ടൊന്നും ഇടപെടാൻ, ഇപ്പൊ നമ്മളൊരു റിലീജിയൻ ഇപ്പൊ നമ്മൾ പോകുന്ന സോഷ്യൽ മീഡിയനകത്ത് ഇടുമ്പോൾ ആൾക്കാരതിനകത്ത് പല അഭിപ്രായവും
അദ്ദേഹം പറയും. അപ്പൊ അതിനെ നമ്മൾ അങ്ങനെ വലിയ കാര്യമായിട്ട് വകവെക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് ഒരിക്കലും എൻ്റെ റിലീജിയൻ കൊണ്ടൊന്ന് സോഷ്യൽ മീഡിയനകത്ത് ഇടാനോ അങ്ങനത്തെ കാര്യം, എനിക്ക് അതിൻ്റെ റിലീജിയണൽ ആയിട്ടുള്ളൊരു മനുഷ്യനല്ല ഞാൻ, അത് വേറെ കാര്യം. പക്ഷേ എൻ്റെ ഒരു വിശ്വാസങ്ങളും കാര്യങ്ങളും ഒന്നും ഞാൻ ഒരിക്കലും ഉണ്ടെങ്കിൽ തന്നെ ഞാനതുകൊണ്ട് സോഷ്യൽ മീഡിയനകത്ത് ഇടൂല. അതെൻ്റെ പേഴ്സണൽ കാര്യമാണ്. ഓക്കെ, അപ്പൊ കാർത്തിക് സൂര്യ ഇനി ഈ ഒരു ഇങ്ങനത്തെ വന്ന കമന്റിനോട് നെഗറ്റിവിറ്റിനോടൊക്കെ പുള്ളിക്കാരൻ എങ്ങനെ പ്രതികരിക്കുന്നത്? പോസിറ്റീവായിട്ട് പറയുന്നുണ്ട്, ഒരുപാട് പേര് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. എനിക്കറിയില്ല സത്യമായിട്ടും ഇത് ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം ഞാൻ അത്രത്തോളം ഉള്ളുകൊണ്ട് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. പുള്ളിക്കാരനെ അത് ഉള്ളുകൊണ്ട് അത്രയും ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പുള്ളി സോഷ്യൽ മീഡിയനകത്ത് പുള്ളിക്കാരൻ്റെ ലൈഫാണ് ഇടുന്നത്. ലൈഫിനകത്ത് പുള്ളിക്കാരൻ എന്തൊക്കെയാണോ നടക്കുന്നത് അതാണ് പുള്ളി കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയനകത്ത് ഇടുന്നത്. പുള്ളി ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ലൈഫിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് പുള്ളി ഇടേണ്ടത്. അല്ലാണ്ട് അപ്പുറത്തെ വീട്ടിൽ നടക്കണവൻ്റെ ലൈഫിനകത്തുള്ള കാര്യങ്ങളൊന്നല്ല പുള്ളിക്കാരൻ കൊണ്ടുവന്ന് ഇടേണ്ടത്. അപ്പൊ അതിനോട് ഞാൻ പുള്ളിക്കാരനോട് യോജിച്ച് തന്നെ നിൽക്കുന്നു. പിന്നെ ആ ഒരു സ്റ്റേജിനകത്തേക്കൊക്കെ അങ്ങനെ പോവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവരെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ ഇരിക്കും. അതിപ്പോ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം ഞാൻ അതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അവൻ അഭിനയിക്കുന്നതാണ്, അങ്ങനെയൊന്നും എനിക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല. കാര്യം അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഈ ഒരു വിഷയം റിലേറ്റഡ് ആയിട്ട് നമ്മുടെ സീക്രട്ട് ഏജന്റ് ഈ ഒരു വീഡിയോനകത്ത് റിയാക്ഷൻ ഇട്ടിട്ടുണ്ടായി. അപ്പൊ അതിനകത്ത് എനിക്ക് ചില ഡിഫറെന്റ് ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ വന്നേച്ചു. അപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ ദൈവത്തിനകത്ത് വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ സീക്രട്ട് ഏജന്റും അതേപോലെ തന്നെ പുള്ളിക്കാരനും ദൈവത്തിനകത്തൊന്നും വിശ്വാസം ഇല്ലാത്ത ഒരാളാണെന്ന് തന്നെ പുള്ളിക്കാരൻ പറയാറ്. അപ്പൊ പുള്ളിയുടെ ഇതിനകത്തുള്ള പോയിന്റ് ഓഫ് വ്യൂ നമുക്കൊന്ന് കേട്ടു. എനിക്കിതൊരു എക്സ്പീരിയൻസ് ഇല്ല. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കിത് പറയാനും പറ്റില്ല. എന്റെ ലൈഫിൽ എവിടെയും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വന്നിട്ടില്ല. വിശ്വാസമാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും കണ്ട് പേടിക്കുകയാണെങ്കിൽ അടക്കം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു എനിക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല. വരാത്തതുകൊണ്ട് എനിക്ക് എന്ത് പറയാനാ, ഞാൻ ഇങ്ങനെ എന്റെ ലൈഫിൽ ഈ ഒരു സ്റ്റേജിൽ ഇത്രയും എനർജി ഓവർഫ്ലോ ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാനല്ലാത്ത രീതിയിൽ എന്നൊക്കെ പറഞ്ഞു പോകുന്ന കാന്താര എഫക്റ്റ് ഇല്ലാത്തത് കൊണ്ട് അത് പറയാൻ പറ്റില്ല. ഇനി അങ്ങനെ കാന്താര എഫക്റ്റ് വരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോകത്തില് ദൈവം അനുഗ്രഹിച്ച എല്ലാവർക്കും ഇങ്ങനെ ഒരു എനർജി ഫ്ലോയില് എന്ന് പറഞ്ഞ് നടക്കണ്ടെങ്കിൽ ഒരു ദിവസം ദൈവം എത്ര പേര് ഇത് അനുഗ്രഹിക്കും? പുള്ളി ആദ്യം പറഞ്ഞ ആ ഒരു കാര്യം ഉണ്ടല്ലോ, പുള്ളി അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അതിനെ പറ്റി പറയാൻ പറ്റില്ല. അതാണ് അതിന്റെ ഒരു കറക്റ്റ് പോയിന്റ്. പക്ഷെ പുള്ളി അത് കഴിഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ് ദൈവം ഇങ്ങനെ അനുഗ്രഹിക്കണമെങ്കിൽ അതെങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് വിളിക്കും എന്നുള്ള കാര്യമൊക്കെ പുള്ളി പറയുന്നത്. അതിനോട് ഞാൻ യോജിക്കാനുള്ള കാര്യം ഇപ്പൊ ദൈവത്തിനകത്ത് അത്രയും ഉറച്ച് വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ദൈവമില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കാനുള്ള എന്നും പറഞ്ഞിട്ട് ഞാൻ പറയാറില്ല ദൈവമില്ല അല്ലെങ്കിൽ ദൈവമുണ്ട് അങ്ങനെയൊന്നും ഞാൻ ആരോടും പറയാറില്ല. വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാത്തവർ വിശ്വസിക്കേണ്ട എന്നുള്ള ഒരു സംഭവമാണ് എൻ്റെ ഒരു ഇത്. എനിക്ക് ദൈവത്തിനകത്ത് വിശ്വാസമില്ല. കാര്യം എനിക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റിന്റെ ഒരു ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കിപ്പോൾ എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹോപ്പ്, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അങ്ങനെ ഒരാളുണ്ട് നമ്മളെ രക്ഷിക്കാൻ എന്നൊക്കെ ഉള്ള ഒരു തോന്നലാണല്ലോ ഈ ദൈവം എന്ന് പറയുന്ന ഒരു സംഭവം, ആ ഒരു കോൺസെപ്റ്റ്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിന്റെ ആവശ്യം എനിക്കില്ല എന്ന് തോന്നിയോണ്ടാണ്. കാര്യം എനിക്ക് ജീവിക്കാനായിട്ട് എനിക്ക് വേറെ പല കാര്യങ്ങളും ഉണ്ടല്ലോ, എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെ ഇപ്പൊ കാർത്തിക് സൂര്യയുടെ ആണെങ്കിലും ബാക്കിയുള്ളവരുടെ ആണെങ്കിലും മതത്തിനകത്തും ഈ വിശ്വാസങ്ങളിനകത്തൊക്കെ കയറി ഞാൻ അങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്തത് മോശമായി പോയി, അല്ലെങ്കിൽ ഓന്ന് വിളിച്ചത് മോശമായി പോയി, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ കയറി ഞാൻ അതിനകത്ത് അഭിപ്രായം പറയാറില്ല. കാര്യം അത് അവരുടെ വിശ്വാസമാണ്. അപ്പൊ നമുക്ക് ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബോഡിയുടെ കണ്ടീഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കൈൻഡ് ഓഫ് ട്രാൻസ് ഹാലൂസിനേഷൻ അതൊക്കെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കേട്ടോ. കാരണം ഇതിങ്ങനെ ആലോചിച്ച് ആ ഒരു മൊമെന്റ് ഒരു ബ്രേക്കിംഗ് മൊമെന്റ് വരുന്ന സമയത്ത് ഒരു ഹാലൂസിനേഷനിലേക്ക് പോവാണ്. ആ ഹാലൂസിനേഷൻ ആയതുകൊണ്ടാണ് ഈ ബാക്കി പറയുന്നത് കേൾക്കുന്നതും ഇൻവോളണ്ടറി ആയിട്ട് അങ്ങനെയൊക്കെ ദേഹമാവുന്നത്. അത് ഹാലൂസിനേഷൻ ആയതുകൊണ്ടാണ്, അല്ലാതെ ഈ ദൈവത്തിന്റെ ശക്തി ഇങ്ങോട്ട് കിട്ടി അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞൊരു ഹാലൂസിനേഷൻ ആണ് അവിടെ നടന്ന, അതായത് കാർത്തിക് സൂര്യ ഇപ്പൊ അവിടെ കിടന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഫുള്ള് ഹാലൂസിനേഷൻ ആണെന്നൊക്കെയാണ് സീക്രട്ട് ഏജന്റ് പറയുന്നത്. അതിനോട് എനിക്ക് യോജിപ്പില്ല. കാര്യം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിനകത്ത് കയറി നമ്മളിപ്പോൾ ഒരു ഊഹാപോഹങ്ങൾ പറയുമല്ലോ, അത് ചിലപ്പോൾ ഹാലൂസിനേഷൻ അയക്കാം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ അവൻ്റെ ഭയങ്കര ഒരു പെർഫോമൻസ് അയക്കാം എന്നൊക്കെ നമ്മൾ കയറി അതിനകത്തും ആ അഭിപ്രായം പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അഭിപ്രായം നമുക്ക് പറയാം, പക്ഷെ എന്നും പറഞ്ഞിട്ട് അതിങ്ങനെ നമ്മളോരോ ഗസ് അടിച്ചു വിടുമല്ലോ, അതിനോട്
അതിനോട് എനിക്കും അങ്ങനെ വലിയ യോജിപ്പില്ല. ഇപ്പൊ പുള്ളി ഇപ്പോൾ പറഞ്ഞാൽ അത് ദൈവത്തിന്റെ അങ്ങനെ സംഭവം ഒന്നല്ല, അത് ഹാലൂസിനേഷൻ ആണെന്ന് പറയുമ്പോഴത്തേക്കും ദൈവത്തിനകത്ത് വിശ്വസിക്കുന്നവർക്ക് ചിലപ്പോൾ അതൊരു ദൈവികമായിട്ടുള്ള ഒരു സംഭവം കേട്ടായിരിക്കും അവർക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ അതിനകത്തും കയറി ഇങ്ങനെ ഓരോ ഗസ് അടിക്കുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. ഇപ്പൊ സീക്രട്ട് ഏജന്റ് പറഞ്ഞ ഒരു സംഭവത്തിനകത്തോട് എനിക്ക് തീരെ യോജിപ്പില്ലാത്തൊരു കാര്യമാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് ഇത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ലായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.